നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ ഇവിടെ വരാൻ. എന്താടാ വിളിച്ചാ വരാൻ നിനക്ക് ഇത്ര താമസം? എന്തിനാ ചുമ്മാ എങ്ങനെ തല്ലണേ? നിന്നെ തല്ലുവല്ല, തല്ലി കൊല്ലുവ വേണ്ടത്. നീയല്ലടാ പാരവച്ചന്റെ മോനെ ഇവിടുന്ന് പുറത്താക്കിയത്. വന്ന് കയറുന്നതിന് മുമ്പ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ഞാൻ പാരയൊന്നും വെച്ചില്ല. അവനോ? അവൻ ആരാണെന്ന് നിനക്കറിയാവടാ? നീ ആരാണെന്ന് നിനക്കറിയാവടാ? കേവലം ഒരു തോട്ടക്കാരൻ എന്റെ മകനെ അവനെന്ന് വിളിക്കുന്നു. നിന്നെ ഞാൻ നീ ആരാടാ അത് ചോദിക്കാൻ? ഡ്രൈവറുടെ പണി ചെയ്താൽ മതി. ഞാൻ ചിലപ്പോ ഇവനെ തല്ലി കൊല്ലും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഈ കടമ്പാവനം കാർത്തികേയൻ ആരാണെന്ന് നിനക്കറിയാവോ? രഘുരാമന്റെ ഒരേ ഒരു മച്ചമ്പി. ഈ ശ്രീനാരിപുരത്തെ കിരീടം വെക്കാത്ത രാജാവ്. എന്നെ തടയാൻ നീ ആരാടാ? വെറുതെ ഒരുത്തിനെടുത്തിട്ട് തല്ലേണ്ട കാര്യമൊന്നുമില്ല. അതിനിപ്പോ ഏതധികാരിയായാലും വെറുതെ ആണെന്ന് നിന്നോടാരാടാ പറഞ്ഞത്? ഞാൻ തല്ലിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട്. എന്താ ഇവിടെ? ഈ തോട്ടക്കാരൻ ചെറുക്കനെ ഞാനൊന്ന് തല്ലി. അത് ചോദിക്കാൻ വന്നിരിക്കുന്നു ഇവൻ. അണ്ണൻ എന്തിനാ അവനെ തല്ലിയത്? ഇവനല്ലേ എന്റെ മകനെ കള്ളക്കേസിൽ കുടുക്കി ഇവിടുന്ന് പുറത്താക്കിയത്? അത് കള്ളക്കേസൊന്നും അല്ല, മുത്തുമാരന്റെ ഭാഗത്താ തെറ്റ്. അഥവാ അങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്താലും മച്ചമ്പി അവനെ പുറത്താക്കാൻ പാടുണ്ടോ? അവനീ വീട്ടുകാരനല്ലേ? അവനെ ഒറ്റ കൊടുത്ത യുവന്മാരെയല്ലേ പുറത്താക്കേണ്ടത്? അണ്ണൻ വന്നേ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇവന്മാരാണോ അതോ എന്റെ മകൻ മുത്തുമാരനാണോ മച്ചമ്പിക്ക് വലുതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. അണ്ണൻ വന്നേ. വാ അണ്ണാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോടാ. അണ്ണൻ വന്നേ. നിനക്ക് നൊന്തോടാ? ഇല്ല. ഇനി അഥവാ കുറച്ച് നൊന്താലും സാരമില്ല. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ? നീ അങ്ങ് സഹിച്ചോടാ. നീ എന്തൊക്കെ പറഞ്ഞാലും മച്ചമ്പി കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, തെറ്റ് 100% അവന്റെ ഭാഗത്തായിരുന്നു. അവനായതുകൊണ്ട് മാത്രമാ അദ്ദേഹം ചാട്ടവാറാടി കൊടുക്കാതെ ഏത്തത്തില് മാത്രം ഒതുക്കിയത്. അവനൊരു കുസൃതി കാണിച്ചത് ഇത്രയും വലിയ പ്രശ്നമാണോ? അതൊരു കുസൃതിയാന്ന ഇവിടെ ആർക്കും തോന്നിയില്ല. വെറുതെ ഒരാളെ കള്ളനാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാ നീ ഇപ്പോഴും ആ പെറുക്കുകൾക്ക് വേണ്ടി വാദിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. അണ്ണൻ അത് വിട്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അവനെ അദ്ദേഹം പുറത്താക്കുന്നത്. എല്ലാം ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോ അദ്ദേഹം തന്നെ തിരിച്ചു വിളിക്കും. നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. അല്ലെങ്കിലും അവന്റെ വീടല്ലേ ഇത്. ഇനിയിപ്പം മച്ചമ്പി തിരിച്ചു വിളിച്ചില്ലെങ്കിലും അവൻ എപ്പോ വേണമെങ്കിലും കേറി വരാമല്ലോ. അല്ല, മച്ചമ്പി ഇവിടെ ഇല്ലേ? അയ്യ അപ്പുറത്തുണ്ട്. അണ്ണൻ വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
മച്ചമ്പിയോ? എന്താ മകനെ പുറത്താക്കിയാനുള്ള പരാതി ബോധിപ്പിക്കാമെന്നാണോ? മച്ചമ്പി എന്താ ഈ പറയുന്നേ? പരാതിയോ? ആർക്കു പരാതി? അവനെ പുറത്താക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ മച്ചമ്പിക്ക് അധികാരമില്ലേ? അവൻ ഈ ചെട്ടിയാർ വീടിന്റെ സ്വന്തമല്ലേ? അല്ല, കാലത്ത് തന്നെ ഒരു മുന്നറിയിപ്പില്ലാതെ മച്ചമ്പി വന്നോണ്ട് ചോദിച്ചതാ. എനിക്ക് എന്റെ ഒറ്റ തങ്കച്ചിയും മച്ചമ്പിയും കാണാൻ വരുന്നതിന് എന്തിനാ മച്ചമ്പി ഒരു മുന്നറിയിപ്പ്? കാണണമെന്ന് തോന്നി വന്നു. നല്ലത്. ഏതായാലും എനിക്ക് സന്തോഷമായി. ഒരുപാട് കാലം കൂടി എന്റെ തങ്കച്ചിയുടെ മനസ്സ് തുറന്നുള്ള ചിരി കാണാൻ എനിക്ക് സാധിച്ചല്ലോ. അലമേലു അമ്മ വന്നതിന് ശേഷം അവൾ ആകെ മാറി. എല്ലാത്തിനും നന്ദി പറയേണ്ടത് എന്റെ മച്ചമ്പിയോടാ. നിങ്ങളെ പോലെ വിശാല ഹൃദയമുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെ ഇല്ല. നിങ്ങൾ ശ്രീനാരീപുരത്തിന്റെ പെരിയോനല്ല മച്ചമ്പി, ഈ ലോകത്തിന്റെ തന്നെ പെരിയോൻ. മച്ചമ്പിക്ക് കാര്യമായിട്ട് തന്നെ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ശ്രീനാരീപുരത്ത് സ്ത്രീ പൂജിക്കപ്പെടുന്നതൊക്കെ നല്ലതാ. പെണ്ണത് അർഹിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാലും മച്ചമ്പി അത് അനുസരിക്കില്ല. ശരി, അത് മച്ചമ്പിയുടെ ഇഷ്ടം. പക്ഷേ ഇപ്പോ അല്ല, അലമേലുവിനെ പഠിക്കാൻ കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഓ, അവള് പഠിച്ചാൽ എന്താ കുഴപ്പം? കന്നിനെ കയം കാണിക്കാൻ പാടില്ലെന്നല്ലേ കർഷകന്റെ പ്രമാണം? അനുസരണയുള്ള കന്നാണെങ്കില് കയത്തിലല്ല കടലിലും കൊണ്ടാക്കാം. അല്ല, അലമേലുവിനെ പറ്റി നമുക്ക് ഒരുപാടൊന്നും അറിയില്ലല്ലോ. മറ്റൊരു വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ അവള്? വളർന്നത് എവിടെയാണെങ്കിലും അവള് ചെട്ടിയാർ വീടിന്റെ പെണ്ണല്ലേ? അതെ, പക്ഷേ ഒരു പക്ഷേയില്ല. അവള് പഠിക്കട്ടെ, കളക്ടർ ആവട്ടെ. കർഷക പെരുമാളുടെ ഗ്രാമത്തിൽ ഒരു കളക്ടർ കൂടി ഉണ്ടായാല് അത് അധിക ഐശ്വര്യല്ലേ മച്ചമ്പി? മറ്റെന്തെങ്കിലും